ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ഇത്തവണ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിയില്ല. ഇത്തരക്കാരെ ഇത്തവണ ഹജ്ജിന് അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ വ്യക്തമാക്കി. 2026 ഹജ്ജ് തീർത്ഥാടകർക്ക് ബാധകമായ ആരോഗ്യ വ്യവസ്ഥകളും ഹാജിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങളും സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കുകയും ഇത് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വിദേശ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തു. വിദേശ രാജ്യങ്ങൾക്ക് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അയച്ച സർക്കുലർ അനുസരിച്ച് എല്ലാ രാജ്യങ്ങളും ഹജ്ജ് ചെയ്യുന്ന തങ്ങളുടെ പൗരന്മാർ ശാരീരികമായി ആരോഗ്യമുള്ളവരാണെന്നും തീർത്ഥാടന വേളയിൽ അവരുടെയോ മറ്റുള്ളവരുടെയോ ആരോഗ്യത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തരാണെന്നും ഉറപ്പാക്കണം. ഗുരുതരമായ ഹൃദ്രോഗം, ശ്വാസകോശ രോഗം, വൃക്ക രോഗങ്ങൾ, ഗുരുതരാവസ്ഥയിലായ വിട്ടുമാറാത്ത രോഗങ്ങൾ, മാനസിക വൈകല്യങ്ങൾ എന്നിവ ഒരു വ്യക്തിയെ ഹജ്ജ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന അവസ്ഥകളായി സൗദി ആരോഗ്യ മന്ത്രാലയം പട്ടികപ്പെടുത്തി. ഹജ്ജിൽ പങ്കെടുക്കാനുള്ള സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ മെഡിക്കൽ ഫിറ്റ്നസ് വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കൽ നിർബന്ധമാണ്. ഹൃദയം, ശ്വാസകോശം, കരൾ, വൃക്കകൾ എന്നീ പ്രധാന അവയവങ്ങൾ ശരിയാംവിധം പ്രവർത്തിക്കാതിരിക്കൽ, ബോധശേഷിയെ ദുർബലപ്പെടുത്തുന്ന മാനസിക വൈകല്യങ്ങൾ, ഡിമെൻഷ്യയോട് കൂടിയ വാർദ്ധക്യം, ഉയർന്ന അപകട സാധ്യതയുള്ള ഗർഭധാരണം, കീമോതെറാപ്പി, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ ചികിത്സ സ്വീകരിക്കുന്ന ക്യാൻസർ രോഗികൾ, ക്ഷയം, രക്തസ്രാവം, പനി തുടങ്ങിയ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന സജീവ പകർച്ചവ്യാധികൾ എന്നീ അവസ്ഥകളിൽ നിന്ന് ഹാജിമാർ മുക്തരാകണമെന്ന് സ്ഥിരീകരിച്ച് തീർത്ഥാടകരുടെ രാജ്യങ്ങളിലെ മെഡിക്കൽ അധികാരികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കൽ നിർബന്ധമാണ്. സൗദിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് COVID-19, മെനിഞ്ചൈറ്റിസ്, പോളിയോ, മഞ്ഞപ്പനി എന്നിവക്കെതിരായ വാക്സിനേഷന്റെ സാധുവായ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം. തീർത്ഥാടകരും ഹജ്ജ് മേഖലാ ജീവനക്കാരും സൗദി അറേബ്യ അംഗീകരിച്ച COVID-19 വാക്സിനുകൾ ഉപയോഗിച്ച് പൂർണ്ണ വാക്സിനേഷൻ എടുത്തതിന്റെ തെളിവ് കാണിക്കണം. ഏറ്റവും പുതിയ ഡോസ് 2021 2025 ഇടയിൽ യാത്രക്ക് കുറഞ്ഞത് 2 ആഴ്ച മുമ്പുമായിരിക്കണം എടുക്കേണ്ടത്. സൗദി അറേബ്യയിൽ എത്തുന്നതിന് 5 വർഷത്തിൽ കൂടാത്തതും 10 ദിവസത്തിൽ കുറയാത്തതുമായ കാലയളവിൽ മെനിങ്കോകോക്കൽ മെനിഞ്ചൈറ്റിസ് വാക്സിൻ ഉപയോഗിച്ച എല്ലാ തീർത്ഥാടകരും മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിനേഷൻ എടുക്കണം. പോളിയോ വ്യാപനം സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ യാത്രക്ക് കുറഞ്ഞത് 4 ആഴ്ച മുമ്പെങ്കിലും ഇനാക്ടിവേറ്റഡ് പോളിയോ വൈറസ് വാക്സിനോ ഓറൽ പോളിയോ വാക്സിനോ കഴിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പോളിയോ വാക്സിൻ സ്വീകരിച്ചതിന് തെളിവ് രേഖപ്പെടുത്തണം. മഞ്ഞപ്പനി വ്യാപനം സ്വീകരിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള 9 മാസത്തിന് മുകളിലുള്ള എല്ലാ യാത്രക്കാരും സൗദിയിലേക്കുള്ള പ്രവേശന സമയത്ത് സാധുവായ മഞ്ഞപ്പനി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ ശക്തമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സൗദി അധികൃതർ എല്ലാ പ്രവേശന കവാടങ്ങളിലും ആരോഗ്യ പരിശോധനകൾ നടത്തും. ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഏതൊരു യാത്രക്കാരനും പ്രവേശനം നിഷേധിക്കുകയോ ഐസൊലേഷനിലാക്കുകയോ കൂടുതൽ മെഡിക്കൽ പരിശോധനക്ക് വിധേയമാക്കുകയോ ചെയ്യും. ലിസ്റ്റ് ചെയ്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു തീർത്ഥാടകനെയും യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിൽ എത്തുന്നതിന് മുമ്പും ശേഷവും ആരോഗ്യ സർട്ടിഫിക്കറ്റുകൾ ശക്തമായി പരിശോധിക്കും. ഹജ്ജിനിടെയോ അതിനു മുമ്പോ ആഗോളതലത്തിൽ പകർച്ചവ്യാധികളോ അന്താരാഷ്ട്ര പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥകളോ ഉണ്ടായാൽ ലോകാരോഗ്യ സംഘടനയുമായി ഏകോപിപ്പിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി.